ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഒരു ദിവസം സ്വപ്നം കണ്ടോണ്ടാ ഞാൻ ഇത്രയും കാലം ഈ വീട്ടിൽ ജീവിച്ചത്. സേതുമാധവന്റെ തകർച്ച പൂർണ്ണമാവുന്ന ദിവസം. ഇത് നമ്മുടെ വീട് തന്നെയാന്ന് കരുതിയാൽ മതി. ആരും വിഷമിക്കണ്ട. കുറച്ചു നാളത്തേക്ക് നമ്മളൊരു ട്രിപ്പിന് വന്നെന്ന് കരുതിയാൽ മതി. സാറേ, നിങ്ങൾ കഴിക്കും. ബാഗ് ഞാൻ എടുത്തോളാം. എല്ലാരും വലുതാലോചന കയറ്. നീ എന്തിനാ കരയുന്നേ? എന്റെ ചേച്ചി കാരണമല്ലേ നിങ്ങൾക്കെല്ലാം ഈ അവസ്ഥ വന്നത്? കരയണ്ട, വാ. വാ. ആ, എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? അല്ല, ഡോക്ടർ എന്ത് പറഞ്ഞു? ഇന്ന് ഡിസ്ചാർജ് ആവുമോ? ശരി, ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ആ, ഓക്കെ. എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ. ആ, പോവാം. ആ ആ, എന്തായാലും വേട്ടാ, അച്ഛനെങ്ങനുണ്ട്? ഞാൻ സന്ധ്യയായിട്ട് സംസാരിച്ചു. പേടിക്കാനൊന്നുമില്ല. PP കൂടിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ ട്രിപ്പിട്ട് കിടത്തിരിക്കുക. ഇന്നൊരു രാത്രി ഒബ്സർവേഷൻ കിടത്തിയിട്ട് നാളെ രാവിലെ പോരാന്നാണ് സന്ധ്യ പറഞ്ഞത്. എന്നാ പിന്നെ നമുക്കിറങ്ങാം. അല്ല, ഇപ്പം നമ്മൾ അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് പോകണ്ട. ഇവിടെ ഒന്ന് സെറ്റിലായിട്ട് സാവധാനം പോയാൽ മതി. എന്തായാലും അച്ഛന് വേറൊന്നും പറ്റിയില്ലല്ലോ. എല്ലാം കൈവിട്ടു പോയിട്ടും അച്ഛൻ പിടിച്ചു നിന്നല്ലോ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് വൃന്ദാവനത്തിൽ പോയി കുട്ടികളെയും കൊണ്ടുവന്നാലോ? ആ, അതിനിപ്പോൾ നീ അങ്ങോട്ട് പോകണ്ട. അല്ലെങ്കിൽ തന്നെ അമ്മ അവിടെ ആകെ കരച്ചിലും ബഹളമായിട്ടിരിക്കുക. ഇവിടെ നിന്ന് ഇനി ആരെങ്കിലും അങ്ങോട്ട് ചെന്നാൽ അവിടെ നെഞ്ചത്തടിയും നിലവിളിയാവും. അവരിങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നോളും. ഒരു കണക്കിന് അത് തന്നെ നല്ലത്. അവര് കുഞ്ഞുങ്ങളെ കൊണ്ട് സാവധാനം വന്നാൽ മതി. ആരുടെയും കരച്ചിൽ കേൾക്കാൻ വയ്യ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ കരഞ്ഞു പോകുന്ന അവസ്ഥയിലാ ഇവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം. ആ അവന്തികയെ കൊല്ലണം. കൊല്ലാനും ചാകാനൊക്കെ എളുപ്പമാ. എടുത്തു ചാടി കുരുക്കുകൾ കൂടുതൽ മുറുക്കുന്നതിന് പകരം നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മൾ അവിടുന്ന് ഇറങ്ങി പോകുന്നത് പോലെ ഒരു ദിവസം അവളെ അവിടുന്ന് ഇറക്കി വിടണം.
പേരിന് നെറ്റിപ്പട്ടം കെട്ടിയ പോലെ സേതുമാധവനും മക്കളും കൊണ്ടു നടന്ന നെല്ലിശ്ശേരി എന്ന പേരിനി ഇല്ല. ഇന്ന് ആ പേരിന്റെ അന്ത്യ. കണ്ടോടാ അവളുടെ രോഷം. ഇപ്പോ ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സത്യം വളർന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആ നിമിഷം അവളെ എനിക്ക് വിഷം തന്ന് കൊല്ലും. അക്കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. അമ്മാവന്റെ അവസ്ഥ തന്നെയായിരിക്കും എനിക്കും. ഒരു കാലത്തും അവൾ സത്യം അറിയരുത്. അവളുടെ വൈരാഗ്യത്തിന് ഇരയാവാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല. അതിനല്ലേ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ഇങ്ങനെ ചൂട് ചോറ് വാരിക്കുന്നത്. പക്ഷേ കൂടെ നിൽക്കുന്നതിനുള്ള പങ്ക് എനിക്കും കിട്ടണം. നിനക്ക് വേണ്ട ഞാൻ തരും. അവളെ ആവശ്യമില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ തീരുമാനമാക്കണം. അത് മനസ്സിൽ വെച്ച് വേണം ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കവും. സേതുമാധവം ഇപ്പൊ തീർന്നാണമല്ലേ മോളെ? അയാള് ചാകണം. നെല്ലിശ്ശേരിയിലേക്കുള്ള എന്റെ തിരിച്ചുവരവും അയാളുടെ മരണവും ഒരു ദിവസം തന്നെ നടക്കുന്നത് നല്ലത്. ഇപ്പൊ മനസ്സിന് ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ മോളെ? സുഖമല്ല, തണുപ്പ. ഒരുപാട് കാലം പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നതൊക്കെ ശാന്തമായതിന്റെ തണുപ്പ്. അതെയോ? ഓ ശരി, ഞാൻ പറഞ്ഞേക്കാം. സേതുമാധവന് ബോധം തെളിഞ്ഞു. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. കഷ്ടമായി പോയി അല്ലേ മോളെ? ഒരു റീത്ത് വെക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. സാരമില്ല, അധികം താമസിയാതെ അതിനുള്ള അവസരം ഇനിയും വരും. മരണത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ഈ ഷോക്കിൽ നിന്ന് കരകയറാൻ സേതുമാധവൻ ഒരിക്കലും സാധിക്കില്ല. ഇന്നു മുതൽ മോള ഈ നെല്ലിശ്ശേരി വീടിന്റെ അധികാരി. ഈ ഒരു ദിവസം സ്വപ്നം കണ്ടോണ്ടാ ഞാൻ ഇത്രയും കാലം ഈ വീട്ടിൽ ജീവിച്ചത്. സേതുമാധവന്റെ തകർച്ച പൂർണ്ണമാവുന്ന ദിവസം.